സംഘർഷഭരിതമായ മണിപ്പൂരിൽ സന്ദർശനം നടത്താനൊരുങ്ങി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ജൂൺ 29-30 തീയതികളിലാണ് സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. മണിപ്പൂർ കലാപം പ്രതിരോധിക്കുന്നതിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടെന്ന വിമർശനം പ്രതിപക്ഷം കടുപ്പിച്ചിരിക്കുകയാണ്. പാറ്റ്നയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ഈ വിഷയം പ്രാധാന്യത്തോടെ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി കലാപബാധിത മേഖല സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം രാഹുലിന്റെ സന്ദർശനത്തിനെതിരെ BJP സംസ്ഥാന നേതൃത്വം രംഗത്തെത്തി. രാഹുലിന്റെ സന്ദർശനം വഴി മണിപ്പൂരിൽ സംഘർഷം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വം വിമർശിക്കുന്നത്. എന്നാൽ രാഹുലിനെ വിമർശിക്കുന്നവർ ആദ്യം ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം മണിപ്പൂരിൽ കലാപത്തിന് തീവ്രവാദ സംഘങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്നതിൽ ആശങ്ക കൂടുന്ന സാഹചര്യമാണ് ഉള്ളത്. മ്യാൻമറിലും ബംഗ്ലാദേശിലും പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾ മെയ്തി കുക്കി വിഭാഗങ്ങൾക്ക് ഒപ്പം ചേർന്നോ എന്നാണ് ആശങ്ക. കലാപം രൂക്ഷമായ ബിഷ്ണുപൂർ സുക്നോ മേഖലകളിൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. കലാപത്തിനിടയിൽ പിടിയിലായവരിൽ ചിലർ KYKL UNLF സംഘാംഗങ്ങൾ ആണെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രധാന വിഷയം മണിപ്പൂർ കലാപമായിരുന്നു. മണിപ്പൂരിൽ കലാപം തുടരുന്നതിനെക്കുറിച്ചാണ് വിദേശ പര്യടനത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമിത്ഷാ അറിയിച്ചത്. അരമണിക്കൂറിലേറെ കൂടിക്കാഴ്ച നീണ്ടു. സംസ്ഥാനത്ത് പരസ്പരം പോരടിക്കുന്ന മെയ്തി കുക്കി വിഭാഗങ്ങളുമായി സമാധാന ചർച്ച തുടരാനാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിന് അമിത്ഷാ നൽകിയ നിർദ്ദേശം. പ്രതിഷേധിക്കുന്ന വനിതാ സംഘടന മെയ്ര പേബിസിനെ ചർച്ചയ്ക്ക് വിളിക്കാനും അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു. വേണ്ടി വന്നാൽ അമിത്ഷാ സംഘടനാ പ്രതിനിധികളെ പ്രത്യേകം കാണാനും ആലോചിക്കുന്നുണ്ട്. കൂടുതൽ സേനകളെ തൽക്കാലം അയക്കേണ്ടെന്നും നിലവിലെ സേനാ വിന്യാസം തൃപ്തികരമാണെന്നുമാണ് വിലയിരുത്തൽ. Thank you.